ഡൽഹിയിലേക്ക് ഒന്ന് ചെന്നാൽ അവിടെ മഴ മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ കാറ്റിനും അതോടൊപ്പം തന്നെ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ഹരിയാന, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യത. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ടുണ്ട്. അനൂപ്, കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ അപകടങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഡൽഹിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്? ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത്തരം നടപടികളിലേക്ക് പോയിട്ടില്ല. എന്തായാലും കനത്ത മഴ എന്നൊരവസ്ഥയിലേക്ക് ഡൽഹി മാറിയിട്ടില്ല. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് കനത്ത മഴയിലേക്ക് ഡൽഹി പോകാത്തത് കൊണ്ട് തന്നെ മാറ്റിപ്പാർപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി അപ്പുറത്ത് നമ്മൾ നോക്കുക, ഹിമാചൽ ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇന്നും കുഴപ്പമുള്ളത്. അവിടങ്ങളിൽ മഴ ഇന്നുമുണ്ട്. പക്ഷേ ചാർധാം യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ 24 മണിക്കൂറിലേക്ക് നിർത്തിവെച്ചിരുന്ന യാത്രയാണ് ഇന്ന് സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടതുകൊണ്ട് പുനരാരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ ഒഴുക്കിൽപ്പെട്ട 9 തൊഴിലാളികളിൽ ഒരാളുടെ കൂടി മൃതദേഹം കണ്ടെടുത്തു. ഹിമാചലിലും കുറച്ചുകൂടി സ്ഥിതി മെച്ചമാണെന്ന് ഡൽഹിയിൽ മഞ്ഞ അലേർട്ട്.